ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പോലും ഇപ്പോൾ CPM ഉയർത്തുന്ന കാര്യങ്ങൾ ഒരു പ്രതിപക്ഷമായി അവരെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പല കാര്യങ്ങളും അവർ ചെയ്തതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ പോലും ശേഷിയില്ലാത്ത രീതിയിലേക്ക് ആ പാർട്ടി മാറുന്നുണ്ടോ? ഇപ്പോൾ PM-ശ്രീയുടെ കാര്യത്തിലായാലും മദ്യനികുതിയുടെ കാര്യത്തിലായാലും അദാനി വിഷയത്തിലായാലും ഈ പറയുന്ന പ്രതികരണങ്ങൾ നേരത്തെ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചിരുന്നത്, എങ്ങനെയാണോ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നത്, അതിന് വിരുദ്ധമായി ഇപ്പോൾ ഈ സർക്കാർ എന്തോ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാൻ ജനങ്ങൾക്ക് കഴിയാത്തൊരു സ്ഥിതിയില്ലേ ശ്രീ ജയേന്ദ്രൻ? അങ്ങനെ വല്ല സർവേയും അല്ലെങ്കിൽ നടത്തിയിട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജനങ്ങൾക്ക് അത് വിശ്വാസം എടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്ന് സ്മൃതി ഉറപ്പിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള സർവേ വല്ല നടത്തിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടില്ല. ഉണ്ടെങ്കിൽ അത് പിന്നീട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ PM-ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും ഈ എന്തായിരുന്നു ഇലക്ഷനീയറിങ്ങിൻ്റെ ആ സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ്, പതിവായുള്ള ഡയലോഗ്, ഒരു ദിവസം 100 കഴിയുമെങ്കിൽ 100 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു ഡയലോഗ് എന്തായിരുന്നു? ഞങ്ങളാണ് കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം. അന്നേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏതാ കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന രൂപത്തിൽ, രീതിയിൽ, ശൈലിയിൽ ഒക്കെ സംസാരിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന ഒരു വാക്ക് എവിടെയും കേരളത്തിലെ മുഖ്യമന്ത്രി ഉച്ചരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അത് പിന്നെ കേട്ടത് മുഴുവനും താൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് എന്ന ആമന്ത്രണങ്ങളാണ് കേട്ടത്, നിരന്തരം കേട്ടത്. അത് കഴിഞ്ഞിട്ട് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൻ്റെ ഇന്ന് വരുന്നത് നെഹ്റുവിനും സോഷ്യലിസ്റ്റിനും ഗാന്ധിസത്തിനും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് എന്ന് പറയുന്നത് അതേ കക്ഷിയിൽ തന്നെ, അതേ മുന്നണിയിൽ തന്നെ പെട്ട, അതേ പാർട്ടിയിൽ തന്നെ പെട്ട സമുന്നതരായ നേതാക്കൾ തന്നെയാണ്. ഇതാണ് ഈ രാഷ്ട്രീയ ചർച്ചയുടെ മറുപുറമായിട്ട് നിൽക്കുന്നത്. അതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം തൂത്ത് കളഞ്ഞു. നമ്മളിത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതെല്ലാം തൂത്ത് കളഞ്ഞു. ഇനി അതിനു മുമ്പ് പറഞ്ഞൊന്നും പ്രസക്തമേ അല്ല. ഇനിയിപ്പോൾ പുതുതായിട്ട് എന്ത് പറയുന്നു, മുഖ്യമന്ത്രി ഗവൺമെൻറ് എന്ത് പറയുന്നു, അതാണ് പ്രശ്നം, അതാണ് പ്രസക്തം, അതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. സ്മൃതി ഇപ്പോൾ പറഞ്ഞതുപോലെ ജനങ്ങൾ അതാണ് വിശ്വസിക്കുന്നത് എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ച് പറഞ്ഞാൽ മതി, ആയിക്കോളും. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്നേ. ഇപ്പം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഈ പാർട്ടി ദശകങ്ങളോളം രാജ്യം ഭരിച്ചതാണല്ലോ. എന്നിട്ട് ഈ നിറകന്തല താഴെ കുത്തിയാണ് 2014 നിലം പതിച്ച് ചെതറി വീണത്. എത്ര പേരുണ്ടായിരുന്നു? 206 പേരുണ്ടായിരുന്നു 2009. 2014 തോൽവി കഴിഞ്ഞ് പാർലമെന്റിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന അംഗസംഖ്യ 44. രാജ്യം മുഴുവനുള്ള പാർട്ടിയാണ് കേട്ടോ. അതിനുശേഷം ഇന്നേ വരെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കോളൂ. എത്ര പെർസെൻ്റ് ഉണ്ട് ഇപ്പോൾ ആ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ? കേരളമാണല്ലോ പ്രധാനപ്പെട്ട ഒരു ബാഗേജ് ഉള്ളത്. അതടക്കം ചേർത്ത് വെച്ച് നോക്കിക്കോളൂ, എത്ര പെർസെൻറ്റേജ് ഉണ്ട് ആ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം. അപ്പോൾ നിങ്ങളുടെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കിഷ്ടമുള്ള താല്പര്യങ്ങളുള്ള, നിങ്ങൾ മുമ്പോട്ട് നീക്കാൻ താല്പര്യപ്പെടുന്ന ആശയഗതികളും സമീപനങ്ങളും വ്യക്തിനിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളുമാണ്. ഇപ്പോൾ പ്രമോദ് പറഞ്ഞു ഈ വീണ വിജയൻ്റെയും പിണറായി വിജയൻ്റെയും കാര്യം. വിജിലൻസ് കോടതി, കേരള ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം കയറിയിറങ്ങി നിരങ്ങിയല്ലോ കുറേ ആൾക്കാർ. ഇതും കൊണ്ട് എവിടെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയോ? അവസാനം SFIO വേണ്ടി വന്നു ഒരു പിടിവള്ളി കിട്ടാൻ. ഷോൺ ജോർജും നേരത്തെ പോയി പൊക്കോളാൻ പറഞ്ഞു, കോടതി വരാന്തേന്നേ പൊയ്ക്കോളാൻ പറഞ്ഞു. വിജിലൻസ് കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു. ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും ചെന്നു. അപ്പോഴാണ് സ്റ്റേ ആയത്. ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നതെന്ന് ഈ ലോകത്ത് നിയമം പഠിക്കണ്ട, ലോകത്ത് ഈ വാർത്തകളെ സംബന്ധിച്ച് താല്പര്യമുള്ള ഏതൊരാൾക്കും അറിയാം. ലോകത്ത്, കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, കേരളം മാത്രവുമല്ല. എന്നിട്ടും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങ് അതിശക്തമായി നിലപാട് പറയുന്നത് പോലെ അങ്ങ് പറയുകയാണ്. പിണറായി വിജയനും മകളും കൂടെയാണ് കേരളം നശിപ്പിച്ചത്. എത്രമാത്രം അഗാധമായ, ഞാൻ പറയട്ടെന്നേ,
അല്ല, അവരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഇത്തരം ഈ വീറുമാശിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ എല്ലാവരോടും ഉപചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും ഉപചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തന്നെ അല്ല, അത് കേൾക്കുന്നുണ്ടോ? അത് ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്നവർ അതും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അസാധ്യമായ ചർമ്മബലം തന്നെ വേണമെന്നേ. കാരണം മുൻകൂട്ടിയാണ് ശത്രുവിനെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ശത്രുവിനെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണല്ലോ ആക്രമണം മുഴുവനും. ഈ കൂട്ടത്തിൽ ഞാൻ സജീവനെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക കേട്ടോ. സജീവൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളായിട്ട് ഞാൻ കാണുന്നതേ ഇല്ല, അങ്ങനെ കാണുകയുമില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ അതങ്ങനെ മുൻകൂട്ടി ശത്രുവിനെ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. ഇനി CPM-ന്റെ കാര്യം, വർഗവഞ്ചനയുടെ കാര്യം, തൊഴിലാളി വർഗ പാർട്ടി എന്ന അർത്ഥത്തിലാണ് ഈ നേതാക്കളെല്ലാം വർഗവഞ്ചകൻ, തൊഴിലാളി വർഗം എന്നുള്ള സംജ്ഞകളൊക്കെ പ്രയോഗിക്കുന്നത് എന്നറിയാത്തവരല്ല ഇവർ രണ്ടുപേരും. തൊഴിലാളി വർഗം എന്നുള്ള നിലയിൽ ആ ഒരു വർഗം എവിടെയാണുള്ളത്, എത്ര പേരാണുള്ളത് എന്നൊക്കെയുള്ള കണക്കും ചർച്ചകളൊക്കെ വേറെ രൂപത്തിൽ നമുക്ക് മാറ്റിവെക്കാം. ഞാൻ അതിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇത്രയും സമയം പോരാ എന്ന് പറഞ്ഞു എന്നാണ് ബാലകൃഷ്ണനും പ്രമോദും പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതിന് പറ്റിയ വേദി ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെ പറയുന്നു. അത്തരം പ്രശ്നങ്ങൾ, ഗൗരവതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ വേദി ഇതല്ല. സമയത്തിന്റെ പ്രശ്നമേ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സ്മൃതി അതൊന്ന് അല്ലെങ്കിൽ ശ്രീജയേന്ദ്രൻ അതിന് വേറെ രൂപത്തിലും കാണാം. നിങ്ങളോടൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന രൂപത്തിലും കാണാം. ഇപ്പൊ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾക്ക് സ്വയം എടുത്തണിയാൻ വേണ്ടിയിട്ടല്ലല്ലോ. അത് ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, ജനങ്ങളിലേക്കാണ് അത് എത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഈ നേതാക്കളൊക്കെ മറുപടി നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു കാര്യമാണല്ലോ ഈ മുതലാളിത്ത മാധ്യമങ്ങളുടെ പ്രചാരവേല. ഈ പ്രചാരവേല എന്ന് ആവർത്തിച്ച് ഈ പ്രചാരവേലയിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. എന്നിട്ട് നേതാക്കൾ തന്നെ പറയുകയാണ് പരാജയ കാരണങ്ങളായി തളിപ്പറമ്പിൽ അബദ്ധം പറ്റി, പയ്യന്നൂർ അബദ്ധം പറ്റി, വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് കുഴപ്പമായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പോൾ അന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ അത് മുതലാളിത്ത പ്രചാരകർ എന്ന് പറയുന്നു. ഈ പ്രചാരണങ്ങൾ ആണ് വിജയിച്ചതെന്നാണോ അങ്ങ് മനസ്സിലാക്കേണ്ടത്? അത് പിഴവായിപ്പോയി എന്ന് പിന്നീട് പാർട്ടി നേതാക്കൾ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങ് പറയുന്നതും അതിന് തുടർച്ചയാണ്. അതെ, അത് തുടർച്ചയായിട്ട് തന്നെ കൂട്ടിക്കോളൂ. അതിലൊന്നും ഞാൻ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്നെ എങ്ങനെ ടാഗ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. ഇപ്പോൾ M ജയചന്ദ്രൻ ഇടനിരീക്ഷകനെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അപേക്ഷ എഴുതി തന്നിട്ടോ അല്ലല്ലോ. നിങ്ങൾ തീരുമാനിച്ചു ടാഗ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന്, അങ്ങനെ ടാഗ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് തർക്കമൊന്നുമില്ലല്ലോ, തർക്കിക്കാൻ വരുന്നുമില്ലല്ലോ. അതാണല്ലോ അതിനകത്തെ പ്രശ്നം. എന്താ തർക്കമുണ്ടെങ്കിലല്ലേ മാറ്റണ്ടോ? തർക്കമില്ലല്ലോ, അങ്ങനെ അംഗീകരിക്കുന്നല്ലോ. എന്താ അത്ര കുഴപ്പമുള്ള കാര്യമില്ലല്ലോ. ഇല്ലെന്നേ. അല്ല, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ടാഗ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല എന്നുള്ളതെങ്കിലും താങ്കൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അമ്പലപ്പുഴയിലെയും ഒക്കെ പ്രശ്നത്തിൽ അവിടെ ഉണ്ടായ CPM-നുണ്ടായ കനത്ത തോൽവിയിൽ, ആ തോൽവിയുടെ അവിടെ മാത്രമല്ല, ഇപ്പം അമ്പലപ്പുഴയിൽ, ആലപ്പുഴയിലെ കാര്യം പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ സുധാകരൻ്റെ വിജയത്തിൻ്റെ ആ ഒരു സുധാകരൻ UDF പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിച്ചു എന്നുള്ളത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് ആ സ്വാധീനം, സുധാകരൻ്റെ സ്വാധീനമല്ല, അദ്ദേഹം ഉന്നയിച്ചിരുന്ന ആ പല വിഷയങ്ങളുടെ സ്വാധീനം ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫിൽട്രേഷൻ വന്നിട്ടുണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ. അത് തന്നെ ഇപ്പോൾ ഒരു കാരണവശാലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയാത്ത ഒരു ഉറച്ച സീറ്റായിട്ട് കാണുന്ന സ്ഥലമാണ് തൃക്കരിപ്പൂർ. ഇന്നും എങ്ങനെയാണ് അവിടെ നമുക്ക് വ്യക്തമായിട്ടറിയാം. പയ്യന്നൂരെ സ്വാധീനമാണ് അങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുതന്നെ TK ഗോവിന്ദൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് ആ ഇൻഫിൽട്രേഷൻ വന്നിട്ടുണ്ട്, ജനങ്ങളിലേക്കുള്ള സ്വാധീനം. അപ്പോൾ അവിടെ തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള അദ്ദേഹം പറയുന്നത്, ഗോവിന്ദ മാഷ് പറയുന്നത്, അത് തൊഴിലാളി വർഗം എന്നുള്ള നിലയിലല്ല, തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിലാണ്. അവർക്ക് പറ്റിയ തെറ്റുകളുടെ ആഴം അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തിരുത്താം? തിരിച്ചുവരവില്ല എന്ന് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, ഈ പാർലമെന്ററി പാതയിലെ തിരിച്ചുവരവും പാർലമെന്റേതര പാതയിലെ തിരിച്ചുവരവും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ വാസ്തവത്തിൽ തന്നെ. അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു ചർച്ചാ വിഷയവുമാണ്. അപ്പോൾ ഇവിടെ CPM-നെ സംബന്ധിച്ചോളം അവരിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് തങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഴ്ച പ്രധാനമായിട്ടും സംഘടനാപരമായിട്ടാണ്. രാഷ്ട്രീയമായ വീഴ്ച രണ്ടാമത്തേതാണ്. സംഘടനാപരമായ വീഴ്ച വളരെ ആഴത്തിലുള്ളതാണ്.
അതിൽ പിന്നെ സഖാക്കളുടെ അംഗങ്ങളായിട്ടുള്ള സഖാക്കളുടെ മൊറൈലിൻ്റെ പ്രശ്നവുമുണ്ട്, മൊറാലിറ്റിയുടെ പ്രശ്നവുമുണ്ട്. അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സുധാകരൻ പറഞ്ഞത് പിന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റിയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് നെപ്പോട്ടിസത്തിനെ പറ്റിയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസും നെപ്പോട്ടിസവും രണ്ട് തരത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. സാധാരണഗതിയിൽ അങ്ങനെ സ്വാധീനിക്കുമെന്നോ LDF തോൽക്കുമെന്നോ വാസ്തവത്തിൽ കരുതിയിരുന്നില്ല. അതങ്ങനെ കരുതാതിരിക്കാൻ കാരണം ഇവരുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അസ്വാഭാവികമാണെന്നും അത് ജനങ്ങളും അസ്വാഭാവികമായിട്ട് കാണൂ എന്നുമാണ് CPM നേതൃത്വം വിചാരിച്ചിരുന്നത്. പക്ഷെ ജനങ്ങളത് ഏറ്റെടുത്തത് വളരെ സ്വാഭാവികമായൊരു വിമർശനമായിട്ടാണ്, അസ്വാഭാവികമായിട്ടല്ല. അപ്പം അതടക്കമുള്ള കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്, തിരുത്തപ്പെടുകയും വേണം. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പിണറായി വിജയന് വേണ്ടി ഒരു വൈറ്റ് വാഷ് ചെയ്തിട്ട് പോവുക എന്നുള്ള നിലയിൽ കാണുന്ന കാര്യമല്ല അത്. അങ്ങനെ പ്രശ്നവുമല്ല അവിടെ നിൽക്കുന്നത്. അങ്ങനെ അതിജീവിക്കാൻ കഴിയില്ല, അതെല്ലാവർക്കും അറിയാം. അത് പിണറായി വിജയനും അറിയാം, MV ഗോവിന്ദനും അറിയാം, MA ബേബിക്കും അറിയാം, ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി, ഇപ്പം ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് പറയാം, ജില്ലാ സെക്രട്ടറി ആർ നാസറിനും അറിയാം, എല്ലാ ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പം ആ തരത്തിലുള്ള ഇപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് ഒരു ഫസ്റ്റ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിലാണ് കുറെ കൂടെ ഡീപ്പറായിട്ടുള്ള ഒരു പരിശോധനയും വരിക. അതിനുശേഷമാവും തിരുത്തലിന്റെ നാനാ വശങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കും അത് മനസ്സിലാവും. ശരി, പക്ഷെ പുറത്തേക്ക് നടത്തുന്ന പ്രതികരണങ്ങളാണ് നമുക്കറിയുക, അകത്ത് നടക്കുന്ന ചർച്ചയിൽ നമുക്ക് അറിയാനൊക്കെ കഴിയുന്നുണ്ട്. ശ്രീയേന്ദ്രൻ, അങ്ങേക്കും അറിയാം. അപ്പോൾ എത്രത്തോളം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.